മോഡി വന്ന മുസ്ലിങ്ങളെ എല്ലാം ചുട്ടുമല്ലോ എന്നല്ലേ പറഞ്ഞത്. ഇത് ഇതുവരെ നമ്മൾ കാര്യമായിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതിൽ കൂടുതൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഇന്ത്യയിൽ. അപ്പോൾ ശരി, നിങ്ങൾ ഒരു ബോധം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ മുന്നിലുള്ള എക്സാമ്പിൾസ് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല? അവിടെ നിങ്ങൾക്ക് മറ്റെന്തോ താല്പര്യമാണ്. അപ്പോൾ ഈ രാജ്യത്ത് ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട് പുറത്ത്. അവരോടൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെയോ ബന്ധമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ റിയാലിറ്റി. ഞാൻ കേരളത്തിൽ ഏറ്റവും ശക്തമായ മോഡിനെ എതിർത്ത ആൾ ഞാനാണല്ലോ. RSS എതിർത്ത ആൾ ഞാനാണ്. എൻ്റെ ആദ്യത്തെ ടെലിവിഷൻ ഡിബേറ്റുകൾ എടുത്തു. ഞാൻ എന്തുകൊണ്ട് മാറി? മോഡിയുടെ 5 വർഷങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ടാണ്. നമ്മുടെ കാലത്ത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മളത് മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു എന്നുള്ളത്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർ RSS സ്വയം നീക്കുപോക്കിന് ശ്രമിക്കുന്നതൊക്കെ ഉണ്ട്. അല്ല നിലനിൽപ്പ് പ്രശ്നത്തിലാവുന്ന അവർക്കറിയാം. പക്ഷേ അവരുടെ ആ വിഷം ഉണ്ടല്ലോ, ഒരു സമൂഹത്തെ മൊത്തം വഴിതെറ്റിക്കുന്ന വിഷം, അതിൻ്റെ തീവ്രത കൂടി വരിക. അപ്പൊ വർഗീയ ലഹളകൾ നമ്മുടെ നാടിനെ നല്ലതിലേക്ക് നയിക്കില്ല എന്ന് ഇവന് നന്നായിട്ട് അറിയാം. കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് മോദി ഇതുവരെ മുസ്ലിംസിനെ കുഴിച്ചിട്ടിട്ടില്ലല്ലോ എന്നാണ് ഇവൻ പറഞ്ഞത്. അപ്പൊ പല ഭാഷകള്, പല വംശങ്ങള്, പല സംസ്കാരങ്ങളുള്ള ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഇതുപോലെ ഒരു ഐഡിയോളജി പാടില്ല എന്ന് ഇവന് നന്നായിട്ട് അറിയാം. കലാപങ്ങളും വർഗീയതയും നമ്മുടെ നാശത്തിലേക്ക് നയിക്കുമെന്ന് ഇവനറിയാം. എന്നിട്ട് ഈ വിവരം കെട്ട കോമരം വിളിച്ചു പറയുകയാണ് ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ പോകുന്നത് പോത്തുകളാണെന്ന്. ഏത് ഈ ഗുജറാത്ത് കലാപത്തിലും ബാബറി മസ്ജിദ് കലാപത്തിലെല്ലാം മരിച്ചത് ഭൂരിഭാഗം മുസ്ലിംസ് ആണ്. 3000-ലധികവും 2000-ലധികവും മനുഷ്യരെയൊക്കെ വെറുതെ കത്തിച്ച് മനുഷ്യത്വ രഹിതമായിട്ട് കൊന്നുകളഞ്ഞു. പാകിസ്ഥാൻ തീവ്രവാദികൾ പോലും ഇന്ത്യക്കാരോട് ചെയ്യാൻ മടിക്കുന്നത് പോലുള്ള മനുഷ്യത്വ രഹിതമായിട്ടുള്ള മൃഗീയമായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ അന്യമതസ്ഥരെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഹെയ്റ്റ് സ്പീച്ചുകൾ നടത്തുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ ഇവൻ BJPക്ക് എതിരായിട്ട് ഇത്രയും കാലം നിന്നിട്ട് എന്തിനാണ് ഇപ്പൊ BJPക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നതെന്ന്? ഒന്നെങ്കിൽ RSS തീവ്രവാദികളെ മുട്ടിടിക്കുന്ന രീതിയിൽ ഇവൻ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ച് കാശുണ്ടാക്കി ജീവിക്കുന്നവനെ കാണുമ്പോൾ അസൂയയാണ്. മോദി ഭരണം വന്നു കഴിഞ്ഞിട്ടുണ്ട്, പണിയെടുക്കാതെ ഓസിക്ക് ഇവന്മാരൊക്കെ വായിലേക്ക് എന്തെങ്കിലുമൊക്കെ പുഴുങ്ങി വെച്ച് കൊടുക്കൂ എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ചെറ്റത്തരം എല്ലാം വിളിച്ചു പറയുന്നത്. മനസ്സിലാക്കണം, മന്ദബുദ്ധികൾക്ക് പോലും മതതീവ്രവാദികളെക്കാളും ബോധമുണ്ട്. സ്വന്തമായി കാശിറക്കാനുള്ളവനും കൊള്ളപ്പലിശയ്ക്ക് ബാങ്ക് ലോൺ എടുക്കുന്നവൻ മാത്രം ഇവിടെ ജീവിക്കും. പക്ഷെ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? കാശുണ്ടാക്കുന്നവൻ മാത്രം കാശുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെയാണ് അമേരിക്ക പോലെയുള്ള വൻ സാമ്പത്തിക ശക്തികളായിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിലെ സാധാരണക്കാരും ഇപ്പൊ അനുഭവിക്കുന്നത്. ഈ മന്ദബുദ്ധികളുടെ വായ്ക്ക് പൂട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം ഇതിലും വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും.